ഒരു BLO ബൂത്ത് ലെവൽ ഓഫീസർ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ജോലിയുടെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തു എന്ന ഒരു വാർത്ത നിങ്ങൾ കേട്ടിരിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപക്ഷെ മാരുടെ അത്രയില്ലെങ്കിലും തങ്ങളുടെ ഐഡന്റിറ്റി, തങ്ങളുടെ പൗരത്വം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതിന്റെ ഒരു ആകുലതയിൽ, ബേജാറിൽ ഇതുവരെ വോട്ട് ചെയ്യാത്തവർ, അല്ലെങ്കിൽ ഇതുവരെ അത്തരം ചിന്തകളില്ലാത്തവർ, ഇതുവരെ അത്തരത്തിൽ തങ്ങളുടെ ആധാർ കാർഡും തങ്ങളുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി വലിയ ആകുലതകളിൽ, ബേജാറുകളിൽ കഴിയുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, രാജ്യത്ത് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റെല്ലാ പ്രശ്നങ്ങൾക്കും അപ്പുറത്ത് നമ്മളിവിടെ ജനിച്ചവരാണെന്ന്, നമ്മളിവിടെ വളർന്നു വന്നിട്ടുണ്ട്, നമ്മളുടെ മുൻ തലമുറ, നമ്മളുടെ വാപ്പ, നമ്മളുടെ ഉപ്പാപ്പ, നമ്മളുടെ ഉമ്മാമ, നമ്മളുടെ മുൻ തലമുറ ഈ നാട്ടിൽ ജനിച്ചിട്ടുണ്ട്, ജീവിച്ചു, മരിച്ചുപോയി. നമ്മൾ ഈ നാട്ടിൽ ജനിച്ചു, ഇത്രയും കാലം നമ്മൾ ഈ രാജ്യത്തിലെ പൗരനായി മാറി. സ്കൂൾ കാലഘട്ടം മുതൽ ഇന്ത്യ എന്ന രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണ്. ഇപ്പോഴും നിങ്ങളുടെ നാവുകളിൽ ചില ഓർമ്മകളിലേക്ക് ആ വരികൾ കടന്നെത്തുന്നുണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള ഒരു രാജ്യത്തെ പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ പോലും തങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടിയിൽ, ഒരു ബേജാറിൽ തങ്ങളുടെ രേഖകൾ തയ്യാറാക്കുന്നതിനു വേണ്ടി, തങ്ങളുടെ ഫോമുകൾ പൂരിപ്പിക്കുന്നതിനു വേണ്ടി ചകിതരാകുന്ന, ഭയപ്പെടുന്ന, ആകുലതകളുള്ള ഒരു ഭയാനകമായ ഒരു രാഷ്ട്രീയ സാഹചര്യം രാജ്യത്ത് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആമുഖമായി തന്നെ നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന് തിരിഞ്ഞു നോക്കൂ, ഇതേത് രാജ്യമാണ്? എത്ര കാലങ്ങൾ കടന്നുപോയിട്ടുണ്ട്? എത്ര രാഷ്ട്രീയ സംവിധാനങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ അധികാര കസേരകളിൽ ഇരുന്നിട്ടുണ്ട്? എത്രയോ കാലമായി രാജ്യം നമ്മൾ സ്വതന്ത്രമായിട്ട്. പക്ഷേ തങ്ങൾ ഇത്രയും കാലം ജീവിച്ചു പോന്ന, തങ്ങൾ ഇത്രയും കാലം വിശ്വസിച്ചു പോന്ന, തങ്ങൾ ഇത്രയും കാലം കരുതി പോരുന്ന തങ്ങളുടെ മണ്ണ്, തങ്ങൾ ശ്വസിക്കുന്ന വായു, തങ്ങൾക്ക് രുചിയുള്ള നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഏറെ പ്രിയപ്പെട്ട പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും കൊളവല്ലൂർ ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രിയപ്പെട്ട ആറോൺ സാഹിബ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ, നമ്മൾ ഈ പേപ്പറുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പരക്കം പായുമ്പോ, തന്റെ പേരും ആ BLO കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റിലുണ്ടോ എന്ന് ഭയപ്പാടോടുകൂടി വിദേശത്ത് നിന്ന് ചോദിച്ചറിയുന്ന സഹോദരങ്ങളുടെ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേണ്ടത്, ഇതാരുടെ ഐഡന്റിറ്റിയാണ് ഇവർ തെളിയിക്കാൻ ആവശ്യപ്പെടുന്നത്? ആരുടെ തിരച്ചറിയ രേഖയാണ് ആവശ്യപ്പെടുന്നത്? ഇത്ര തിരക്കിട്ടുകൊണ്ട്, ഇത്ര ബേജാറായിക്കൊണ്ട്, ഇത്ര സമയബന്ധിതമായി, ഇത്ര റിജിഡായി, ഇത്ര കോൺഫ്ലിക്റ്റുകളുള്ള ഒരു സംവിധാനം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണ്ടേ? ഇത് നമ്മുടെ രേഖകൾ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ പരക്കം പായുമ്പോ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടില് ഇതൊരു ചെറിയൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പൊ വർക്ക്ഷോപ്പില് ജോലി ചെയ്യുന്നത് ഒരു ഹിന്ദിക്കാരനാണ്. അപ്പൊ ഹിന്ദിക്കാരന് കഴിഞ്ഞ, സാധാരണ നിങ്ങൾക്കറിയാം, ഉത്തരേന്ത്യയിൽ നിന്ന് മറ്റു ദേശങ്ങളിൽ നിന്നൊക്കെ വേണ്ടി നമ്മൾ ഒരാളൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒരു ബേജാറാണ്, ഇവർ പെട്ടെന്ന് തിരിച്ചു പോയി കളയുമോ എന്നുള്ളത്. നമ്മൾ ഒരാളെയൊക്കെ പണിക്ക് വെപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു ബേജാറുണ്ട്, ഇവർ തിരിച്ചു പോയി കളഞ്ഞാല് പെട്ടുപോകുമല്ലോ എന്നുള്ളത്. അപ്പൊ നമ്മൾ പരമാവധി അവരുടെ ഫാമിലിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ഞാനും എന്റെ ആ മെക്കാനിക്കിനോട് കുറേയായിട്ട്, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട്, ഭയ്യ ആപ്പോ ബീവി കിതറേ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരാൻ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നൂടെ, കുറേയായി ചോദിക്കുന്നു. അപ്പൊ ഈ മെക്കാനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കല്ലായക നാളെ വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാനിങ്ങനെ കുറെ ദിവസം ഇങ്ങനെ കേട്ടു. പിന്നെ ചോദിച്ചു ആളോട്, അല്ല എന്താണ് നിങ്ങൾ ഇങ്ങനെ
നാളെ വരെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ആ ചൂട് പോലെ എന്തെങ്കിലും കളവ് പറയുകയാണോ? അപ്പോഴാണ് മുമ്പിൽ പറയുന്നത്, നാട്ടില് ഈ SIR-മായി ബന്ധപ്പെട്ട് എന്നോട് പറയണേ, ഈ ആധാർ പോലെയുള്ള എന്തോ സംവിധാനം നാട്ടിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ ദിവസവും DB സർട്ടിഫിക്കറ്റുമായിട്ട് പോകാറുണ്ട്. അപ്പൊ വൈകുന്നേരം അത് കഴിഞ്ഞിട്ട് ട്രെയിന് കയറാന്നുള്ള നിലക്ക് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യും. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അവിടെ എത്തും, ചിലപ്പോ വലിയ ക്യൂ ആയിരിക്കും, ചിലപ്പോ എന്തെങ്കിലും രേഖ ഉണ്ടാവില്ല, അപ്പൊ തിരിച്ചു പോരേണ്ടി വരും. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ മടങ്ങാറാണ് പതിവ്. അതുകൊണ്ടാണ് അവരെ ഇങ്ങോട്ട് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയാത്തത് എന്ന് പറയാൻ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ സാഹചര്യമുണ്ടല്ലോ, തങ്ങൾ ജീവിക്കുന്ന, തങ്ങൾ ശ്വസിക്കുന്ന, തങ്ങൾ രുചിക്കുന്ന, തങ്ങൾ ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ രാജ്യത്ത് തങ്ങളുടെ പൗരത്വം, തങ്ങളുടെ ഐഡന്റിറ്റി തെളിയിക്കുവാൻ വേണ്ടി ഇത്തരത്തിൽ വളരെ ബേജാറോടുകൂടി പല മനുഷ്യരും ചിരിക്കാൻ പോലും മറന്നുപോയിരിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ വാട്സപ്പ് നോക്കിയാൽ ഇത് തന്നെയാണ്. SIR ഇങ്ങനെ പൂരിപ്പിക്കണം, അങ്ങനെ പൂരിപ്പിക്കണം, തട്ടം ചെവി മറയ്ക്കാതെയുള്ള തട്ടമിട്ടാൽ പ്രശ്നമാണ്, ചെവി മറച്ചിട്ടുള്ള തട്ടമിട്ടാൽ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആമുഖമായിട്ട് തന്നെ നിങ്ങളോട് ഉണർത്താനുള്ളത്, ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായ പരിതസ്ഥിതി കഴിഞ്ഞ 10 വർഷത്തിനിടക്ക് 11 വർഷത്തിനിടക്ക് RSS നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ രാജ്യത്തെ സവർണ ബ്രാഹ്മണിസ്റ്റ് ഫാഷിസ്റ്റ് പ്രത്യയശാസ്ത്രമായ RSS ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ആധാർ വേണമോ SIR വേണമോ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളുടെ ഐഡന്റിറ്റി ഈ ചെറിയ കാലയളവിൽ വളരെ ഭയപ്പാടോടുകൂടി നടപ്പിലാക്കേണ്ട ആവശ്യകതയിലേക്ക് ഒരു ജനവിഭാഗത്തെ, ഒരു സമൂഹത്തെ മാറ്റിയെടുക്കുവാൻ RSSന് കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു വലിയ പാഠം നമ്മളുടെ മുന്നിലേക്ക് ആദ്യമേ വെക്കേണ്ടതുണ്ട്. ഇപ്പൊ ബീഹാർ ഇലക്ഷൻ റിസൾട്ട് വന്നു. പ്രിയപ്പെട്ടവരെ, 65 ലക്ഷം ആളുകളുടെ വോട്ടാണ് അവിടെ ആ പട്ടികയിൽ നിന്ന് എടുത്തു കളഞ്ഞത്. വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷം മനുഷ്യരുടെ ഐഡന്റിറ്റി എടുത്തു കളഞ്ഞു എന്ന് പറയുമ്പോ, ഈ കഴിഞ്ഞ റിസൾട്ട് 242 സീറ്റിൽ NDA മുന്നണി വന്നപ്പോ ഇപ്പോൾ തന്നെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്, പല മണ്ഡലങ്ങളിലും BJP വിജയിക്കുന്നത് 600, 1500, 5000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. അതേസമയം തന്നെ ഈ SIR നടപ്പിലാക്കിയിട്ട് 24,000, 30,000 വോട്ടുകളാണ് ആ മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ടു മുമ്പേ എടുത്തു കളഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അതിദാരിദ്ര്യം, നമുക്കറിയാം ബീഹാറിനെ കുറിച്ച്, ഈ രാജ്യത്തെ ദേശീയ വിദ്യാഭ്യാസ ശരാശരിയിൽ, ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ രാജ്യത്തെ ശരാശരിയിൽ, ഇവിടുത്തെ പട്ടിണി സൂചികയിൽ, ഇവിടുത്തെ എക്കണോമിയിലെല്ലാം തന്നെ രാജ്യത്തെ ഏറെ പിറകിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. ആ സംസ്ഥാനത്ത് നമുക്കറിയാം വളരെ സാധാരണക്കാരായ, വളരെ പാവപ്പെട്ടവരായ മനുഷ്യരാണ്. നമ്മൾ തന്നെ ഇത്രയും വിദ്യാഭ്യാസമുള്ള, ഇത്രയും നമുക്കറിയാം ഇതിനെക്കുറിച്ച് വലിയ ധാരണയുള്ള നമ്മൾ പോലും SIR പൂരിപ്പിക്കുന്നതിന് 100 വട്ടം ആലോചിച്ച് അതിനുവേണ്ടി സമയം ചെലവാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോ വളരെ സാധാരണക്കാരായ, അതിദരിദ്രരായ മനുഷ്യരുടെ മുന്നിലേക്കാണ് SIR തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കിക്കൊണ്ട് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ 202 സീറ്റ് നേടിയിട്ട് BJP അധികാരത്തിൽ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, പല മണ്ഡലങ്ങളിലും ഈ ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP വിജയിച്ചു കയറുമ്പോ അവിടെ 10,000 വോട്ടുകളാണ്. അതും കേവലം രേഖകളില്ലാത്തതിന്റെ പേരിൽ കുറെ ആളുകളെ എടുത്ത് കളയുന്നു എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കളഞ്ഞ 65 ലക്ഷം മനുഷ്യരും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള, ദലിത് വിഭാഗത്തിൽ നിന്നുള്ള അതിദരിദ്രരായ മനുഷ്യരെയാണ് എടുത്തു കളഞ്ഞത് എന്ന ഒരു സത്യാവസ്ഥ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. രാജ്യത്ത് മുമ്പൊന്നുമില്ലാത്ത വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം, നമ്മൾ പൊതുവെ പറയാറുണ്ട്, എന്തൊക്കെ തന്നെ പറഞ്ഞാലും ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടുകൂടി നമ്മൾ പറയാറുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക് ഡെമോക്രാറ്റിക് കൺട്രിയാണ് നമ്മുടേത്. ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വന്നു പോയാലും ഇന്ത്യ രാജ്യത്ത് ഒരു കാലയളവിൽ
5 വർഷ കാലയളവിൽ കൃത്യമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കൃത്യമായ സംവിധാനാവകാശം വിനിയോഗിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ ജനാധിപത്യം ഇത്രയും കാലം, ഈ അടുത്ത കാലം വരെ രാജ്യത്ത് നിലനിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത കാലത്തായി മുമ്പൊന്നും കേൾക്കാത്ത വിധത്തിൽ, മുമ്പൊന്നും നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ അട്ടിമറിക്കുന്ന ഒരു വലിയ ഗുരുതരമായ ഒരു സാഹചര്യം രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അട്ടിമറിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഭരണഘടനയുടെ കൂടി അട്ടിമറിയാണ്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയ പ്രശ്നമെന്നാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ത്യയെ കുറിച്ച് പറയാറുണ്ട് പൊതുവെ വൈവിധ്യങ്ങളുടെ അത്ഭുതങ്ങൾ നിറകൊള്ളുന്ന ഒരു ഭൂമികയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. നമ്മൾ ഈ തലശ്ശേരിയിൽ നിന്ന് ഒരു 10-50 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മംഗലാപുരത്തെത്തും. വേറെ ദേശമാണ്, വേറെ ഭാഷയാണ്, വേറെ സംസ്കാരമാണ്. പിന്നെയും അങ്ങോട്ട് പോകുമ്പോ, ഇന്ത്യയുടെ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോ, ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗത്തേക്ക് പോകുമ്പോ, ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോ വളരെ വൈവിധ്യപൂർവമായ വേഷങ്ങളുള്ള, വളരെ വൈവിധ്യപൂർവമായ സംസ്കാരങ്ങളുള്ള, മതങ്ങളുള്ള, എല്ലാത്തരം മതവിശ്വാസങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന, മതമില്ലാത്തവർ ജീവിക്കുന്ന വളരെ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ഒരു രാജ്യമാണ്. ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ അവർ വളരെ മനോഹരമായി അതിനെ വർണ്ണിക്കുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും വൈവിധ്യപൂർണമായ ഒരു രാജ്യത്തെ നിലനിർത്തുന്നതിന് പിന്നിൽ, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും കാലം നിലനിന്നതിന് പിന്നിൽ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്ന ഒരു സങ്കല്പം, ഇന്ത്യയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ മാതൃകയായ ഏറ്റവും വലിയ ഒരു ഭരണഘടന ഇന്ത്യക്കുള്ളത് കൊണ്ടാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ രാജ്യത്തുള്ളത് കൊണ്ടാണ് ഇത്രയും കാലം പല രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യ രാജ്യം മാറി മാറി ഭരിച്ചിട്ടും ഇന്ത്യ ഒരു ജനാധിപത്യ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി മാറിയിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ടല്ലോ. നിങ്ങൾ മുസൽമാനാകട്ടെ, നിങ്ങൾ ഹൈന്ദവനാകട്ടെ, നിങ്ങൾ ക്രൈസ്തവനാകട്ടെ, ജൈനനാകട്ടെ, മതമുള്ളവനാകട്ടെ, ഇല്ലാത്തവനാകട്ടെ, നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് ജനിച്ചു വീഴുന്നതോടൊപ്പം തന്നെ നിങ്ങൾ സ്വാതന്ത്ര്യമുള്ളവരാണ്, നിങ്ങൾ മൗലികാവകാശങ്ങളുള്ളവരാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതമനുസരിച്ച്, ഇഷ്ടമുള്ള വേഷമനുസരിച്ച്, ഇഷ്ടമുള്ള വിശ്വാസമനുസരിച്ച്, ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് ഇവിടുത്തെ നിയമ സംഹിതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാമെന്ന് പറയുന്ന വിപ്ലവകരമായ ഒരു സന്ദേശം ഭരണഘടന മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തോടാണെന്ന് പറയുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. നമുക്കറിയാം, ഓരോന്ന് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അതിന്റെ വില അറിയുക. സ്വാതന്ത്ര്യത്തിന്റെ നഷ്ടം നമ്മൾ വില അറിയുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ വില എന്താണെന്ന് നമ്മൾ അറിയുന്നുണ്ട് ഇപ്പോൾ നന്നായി. ഞാൻ പറഞ്ഞു വരുന്നത്, തൊലികറുത്തതിന്റെ പേരിൽ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന അനേകായിരം മനുഷ്യരങ്ങളുള്ള നാട്ടിൽ തുപ്പാൻ അനുവാദമില്ലാതെ, നിലത്ത് മണ്ണിൽ തുപ്പാൻ അനുവാദമില്ലാതെ കഴുത്തിൽ ചിരട്ടയേറ്റി നടക്കേണ്ടി വന്ന അനേകായിരം മനുഷ്യരുണ്ടായിരുന്ന നാട്ടിൽ തീണ്ടാപ്പാടകലെ ഉയർന്ന തമ്പ്രാക്കന്മാര് വരുമ്പോ ജാതിയിൽ മുകളിലാണ് ജാതി തമ്പ്രാക്കന്മാര്, ജാതിയിലെ ബ്രാഹ്മണന്മാര് മുകളിലുള്ള ആളുകൾ വരുമ്പോ അവരുടെ ദൃഷ്ടിപഥത്തിൽ നിന്ന് ഇത്രയകലം മാറി നടക്കണമെന്ന നിയമങ്ങൾ ഉണ്ടായിരുന്ന നാട്ടിൽ പിറന്നു വീണതുകൊണ്ട് മാത്രം പല അവകാശങ്ങളും ഇന്ത്യ രാജ്യത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഈ നാട്ടിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന പറഞ്ഞത്, നിങ്ങൾ ഏത് വർണ്ണത്തിലാകട്ടെ, നിങ്ങൾ ഏത് ജാതിയിലാകട്ടെ, നിങ്ങൾ ഏത് വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ആളാകട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതമനുസരിച്ച്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിശ്വാസം അനുസരിച്ച് ഏതൊരു മനുഷ്യനെയും പോലെ, ഏതൊരാളെയും പോലെ ഇന്ത്യ രാജ്യത്തിന്റെ അവകാശങ്ങൾ നിങ്ങൾക്കെല്ലാവരിലും തുല്യമാണെന്ന ഒരു മനോഹരമായ ലോകത്തിൽ തന്നെ വിപ്ലവകരമായ ഒരു സങ്കല്പം രാജ്യത്ത് മുന്നോട്ട് വെക്കുന്നത് ഈ ഭരണഘടനയുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രയും കാലം ഈ രാജ്യം ഇങ്ങനെ നിലനിന്ന് പോന്നിരുന്നത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, കഴിഞ്ഞ ഈ മോദി സർക്കാരിന്റെ ഒന്നാം ഗവൺമെന്റ് അധികാരത്തിലേറിയത് മുതൽ ഇങ്ങോട്ട് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഓരോ സംവിധാനങ്ങളെയും, ഓരോ അവകാശങ്ങളെയും അതിന്റെ നിയമങ്ങൾ ഓർഡിനൻസിലൂടെ നടപ്പിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ നിയമങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് നിരന്തരമായി രാജ്യത്ത് അതിന്റെ നിയമങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് രാജ്യത്ത് ഇവിടുത്തെ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഭരണഘടന അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിലെ ഏറ്റവും മനോഹരമായ
ഫോർ പില്ലേഴ്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന രാജ്യത്തിന്റെ ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, മീഡിയ, ഇതിനെയെല്ലാം തന്നെ തങ്ങളുടെ പരിധിയിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ഭരണകൂടം രാജ്യത്തിലെ മനുഷ്യരെ മതം പറഞ്ഞുകൊണ്ട്, വർണ്ണം പറഞ്ഞുകൊണ്ട്, വർഗം പറഞ്ഞുകൊണ്ട് ചേരിതിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ നടപടിയായിക്കൊണ്ടാണ് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തിന്റെ ഭരണകൂടം മാറിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അങ്ങാടിയിൽ നമുക്കറിയാം പലതരം പ്രതിഷേധ സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഭരണകൂടത്തിന്റെ നെറുകേടുകൾക്കെതിരെ, അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഭീകരതകൾക്കെതിരെ, ഇവിടുത്തെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ പലതരം പ്രതിഷേധ പരിപാടികൾ നടന്നിട്ടുണ്ടാകും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത കാലം വരെ ഈ